എന്തെങ്കിലും ഒരു പുണ്യം എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ നമ്മളിപ്പോ ഒരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാജിക്കലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ സത്യം പറയാൻ ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. കാരണം അത് എന്റെ കഴിവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അത് ആ കുറുക്കു മരിച്ചത് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ഒരു ഗുണമാണ്. അപ്പൊ അതിന്റെ ഉപയോഗിക്കാൻ അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ ഇവരെ ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അമ്മ തന്നെ പറയും. ഞാൻ എന്താ പറയുന്നത്, യാദൃശ്യമായിട്ടാണ് സാറിനെ കണ്ടുമുട്ടി സാറിങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ട് ധൈര്യം കുറച്ച് സാറ് എന്നെ ഫസ്റ്റിലേക്ക് കൊടുത്തു. സ്ഥലം കടപ്പാട് സാറ് വീട്ടിൽ വന്നത്. സാറ് ആദ്യം ഫസ്റ്റ് സാറാണ് വന്നത്. സാറ് വന്ന് എന്തോ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊടുത്തെന്ന് പറയാം. ഞാൻ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് എനിക്ക് പേടി ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും സാറ് പറഞ്ഞു ആദ്യം ഞാൻ ഒന്ന് കൊടുക്കാണ്. അങ്ങനെ കൊടുത്തു. കിടപ്പായിരുന്നു. ആരെയും അറിയത്തില്ല, വല്ലാത്ത സ്റ്റേജായിരുന്നു. പക്ഷെ എന്നിട്ടും ആ സമയത്ത് കൊടുക്കണമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. മരുന്ന് ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ടിരുന്ന ഒരു ഡോക്ടർ പറഞ്ഞ വീഡിയോ. സാറ് പറഞ്ഞ് അത് കൊടുത്തു നോക്ക്, ഈശ്വര അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ പ്രശ്നം രക്ഷപ്പെടുത്താണ്. അപ്പോൾ എന്നിട്ടും എനിക്ക് പേടിയുണ്ടായിരുന്നു. സാറ് ഫസ്റ്റിലേക്ക് കൊടുത്തപ്പോഴത്തേന് പിന്നെ തൊട്ട് ഞാനങ്ങ് കൊടുത്തു തുടങ്ങി. എപ്പോഴാം ചേഞ്ച് മാറ്റാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആദ്യം 5 മില്യൺ കൊടുത്തത്. 5 മില്യൺ കൊടുത്തതിന് ശേഷം തൊട്ട് ഓരോ ദിവസം ഞാൻ എണീക്കുന്ന സമയത്ത് 3 മണിക്കാണെങ്കിൽ 3 മണിക്ക്, 4 മണിക്കാണെങ്കിൽ 4 മണി, ആ സമയങ്ങളിൽ ഞാൻ എണീച്ച് കൃത്യമായിട്ട് മറ്റേ മരുന്ന് കൊടുക്കുന്നെങ്കിൽ ഇതായിരുന്നു എൻ്റെ മനസ്സിൽ ഏറ്റവും എന്തോ ഒരു കംഫർട്ട് എനിക്ക് തോന്നിയത്. ആ മരുന്നിൽ എന്തോ എനിക്കൊരു പ്രത്യേക റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ മരുന്ന് വിട്ട് കൊടുക്കുന്നതനുസരിച്ച് മാറ്റം മരുന്ന് തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഇത് കൊള്ളാന്ന്. പിന്നെ സാറ് കൂടെ വന്നപ്പോഴത്തേനും ഒത്തിരി മാറ്റം വന്നു. മരുന്ന് ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നുണ്ട്. ശരി, ഇപ്പോഴും ഞാൻ നിർത്തുന്നില്ല, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് പിന്നെ 3ാമത്തെ 2 തീർന്നു, 3ാമത്തെ ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് മാറ്റം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഡോക്ടർമാര് തിരിച്ചിട്ട് കിടപ്പായി പോകും. രോഗി ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു, അവർക്ക് എണീക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും ബ്രെയിനിൽ ഇനി മാറ്റങ്ങൾ വരാനുണ്ട്. വെച്ചിട്ട് 3 മാസത്തിനുള്ളിൽ കിടന്നു. ഒന്നും ചെയ്യത്തില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് ഈ അവസ്ഥയിലാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ കുട്ടിക്കാണ് ഇതെല്ലാം ചെയ്തത്. ആ അവസ്ഥ സാറ് കണ്ടായിരുന്നു. സാറൊന്നല്ല കണ്ടാൽ നമുക്ക് സങ്കടം വരാൻ ഒരു അവസ്ഥയായിരുന്നു. മുഖമൊക്കെ ഇതല്ലായിരുന്നു. ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സാറിനെ യാദൃശ്യമായി കണ്ടത് ഈ ഒരു ദൈവാധീനം. ഇത് ഇങ്ങനൊരു സാറിനെ കണ്ടപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഇങ്ങനെ ഇവിടെ വരണമെന്നും എനിക്ക് അറിഞ്ഞില്ല. എല്ലാം ഒരു ഈശ്വരാനുഗ്രഹമാണ്. പക്ഷെ എനിക്ക് ഒരുപാട് വിശ്വാസമാണ്. ഇതെന്റെ ഏറ്റവും വലിയ ഒരു അമൃതമായിട്ട് എന്നെ ഞാൻ കരുതുന്നത്. ഏറ്റവും വലിയ എനിക്ക് വിശ്വാസമാണ്. എന്തെങ്കിലും സംസാരിക്കാമോ ഞങ്ങളോട്? പേരൊക്കെ ഒന്ന് പറഞ്ഞേ. സ്ഥലം എവിടെയാണ്? കടമ്പാട്ട് പോണം. ആരൊക്കെ ഉണ്ട് വീട്ടില്? അപ്പൊ ആങ്ങളെന്ത് ഉണ്ടല്ലോ? അതാ പറയുന്നത്. അത് ബാംഗ്ലൂരാണല്ലോ അല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ചാടി ചോടി പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് എനിക്ക് പറയാനുള്ളത് സംഭവം അതായത് പോയി ഞാൻ കാണുമ്പോൾ ഉള്ള ഫോട്ടോ നിങ്ങൾ കണ്ടതാണ്. സെക്കൻഡ് ടൈം 35 ദിവസം കഴിഞ്ഞ് ഞാൻ പോയി കാണുന്ന സമയത്ത് ആ
ആള് കസേരയിരിക്കും, രണ്ട് സൈഡിൽ നിന്നും ഈ രണ്ട് കൈയിലും ആരെങ്കിലും പിടിച്ചാൽ നടക്കും. എന്റെ ഒരു മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷെ കിടപ്പെന്നൊക്കെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്, ബാത്റൂമിൽ പിടിച്ചാൽ പോകാൻ പറ്റുന്നുള്ള അവസ്ഥയിലായി. 35 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെല്ലുന്ന സമയം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുന്ന സമയത്ത് സുരേഷ് സാറും ഉണ്ട്, മനോജ് സാറും ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് ഒരു കൈ പിടിച്ചാൽ നടക്കുന്ന അവസ്ഥയായി. മാറ്റം വന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നമ്മൾ ഹെയർ ഓയിൽ കൂടെ കൊടുക്കും. അപ്പൊ ഹെയർ ഓയിൽ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ്. അപ്പൊ ഞാൻ 35 ദിവസം കഴിഞ്ഞ് പോയി കാണുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തലവേദന വിട്ടു മാറുന്നില്ലായിരുന്നു, ഉറക്കമില്ലായിരുന്നു. അതെ, ടാബ്ലറ്റ് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാലേ ഉറങ്ങാൻ പറ്റും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. പക്ഷെ ആ രണ്ട് പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കൊടുത്തത് ഹെയർ ഓയിലായിരുന്നു. അപ്പൊ ഹെയർ ഓയിൽ ഉപയോഗിച്ചപ്പോഴത്തേക്ക് കൊച്ചിന് വന്ന മാറ്റങ്ങൾ വീണ്ടും മാറാൻ തുടങ്ങി. കൃത്യമായി ഉറക്കം കിട്ടി തുടങ്ങി. അപ്പോൾ ആ തലവേദന പോലുള്ള ഇഷ്യൂസ് ഒക്കെ മാറാൻ. ഇപ്പൊ തലവേദന ഉണ്ടോ? ഇല്ല. അപ്പൊ തലവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി. ഷിവറിങ് എല്ലാം കുറയാൻ തുടങ്ങി. നമുക്കറിയാം ഇതെല്ലാം നമ്മുടെ ന്യൂറോ സംബന്ധമായ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തേർഡ് ടൈം ഞാൻ പോകുമ്പോൾ സാറും സുരേഷ് സാറും മനോജ് സാറും ഉണ്ട്, നമ്മുടെ വർക്കിലെ വിജയോകരൻ സാറുണ്ട്. ചില സമയത്ത് ഒരു കൈ പിടിച്ചാലും ഒക്കെ നടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം സിറ്റൗട്ടിൽ നിന്ന് നടന്നിട്ട് എന്നെ കൈ കാണിച്ചിട്ട് ഓടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരികയായിരുന്നു. അപ്പൊ ഞാൻ അതിശയിച്ചു. പിന്നെ ഞാൻ റൂമിനകത്ത് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുടിയൊക്കെ ചെയ്ത് നമ്മള് സ്ലൈഡൊക്കെ കുത്തി ആള് പൊട്ടി ഈ സ്ലൈഡൊക്കെ കുത്തി കൊടുത്തിട്ട് ഒരുക്കി എടുത്തോണ്ട് വന്നത് ഞാനാ. അപ്പൊ ജീവിതത്തില് സന്തോഷവും പുണ്യവും എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ നമുക്ക് ഇങ്ങനെ